മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കൾ നാലുപേരുടെയും നിർബന്ധപ്രകാരം ബാലചന്ദ്രൻ വീണ്ടും കടപ്പാട്ടൂരിലേക്ക് പോവുകയാണ്. ഇതേസമയം വൈജയന്തി എത്തിച്ചേർന്ന ആശ്രമത്തിൽ നിന്നും തന്റെ പഴയകാല ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളും അഹങ്കാരവുമെല്ലാം വൈജയന്തി തിരിച്ചറിയുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മാലതി ചായയുമായി വന്നപ്പോൾ ഗംഗാധരൻ ഫോൺ ചെയ്യുകയായിരുന്നു. മാലതി അല്പസമയം കാത്തുനിന്നു. റിസീവർ വച്ച ശേഷം ഗംഗാധരൻ തിരിഞ്ഞ് മാലതിയെ നോക്കി. ചായ. മാലതി ചായക്കപ്പ് എടുത്ത് നീട്ടി. ഗംഗാധരൻ അത് വാങ്ങി. ഞാനൊന്ന് മയങ്ങി. അപ്പോഴാ ഫോൺ വന്നത്. ശ്രീകുമാറാണ് വിളിച്ചത്, ട്രിവാൻഡ്രത്തുനിന്ന്. ജയന്തിയുടെ വിവരം വല്ലതും? ശ്രീകുമാർ ഇന്നും ആശ്രമത്തിൽ പോയിരുന്നു. കണ്ടു. സന്യാസിനി വ്രതമെടുത്ത പോലെ വെള്ളയുടുത്ത് കഴുത്ത് പൊതിച്ച് കുറിയിട്ട് അവിടുത്തെ അന്തേവാസികളുടെ കൂടെ. സംസാരിക്കാൻ പറ്റിയില്ല. അവൾ അടുത്ത് വന്നില്ലെന്ന് പറഞ്ഞു. ഗംഗേട്ടനും ശിവേട്ടനും കൂടി ഒന്നുകൂടെ പോയാലോ? വരില്ല അവൾ. കാണാൻ പോലും കൂട്ടാക്കുന്നില്ലല്ലോ. ഗംഗേട്ടൻ, ഞാനൊരു കാര്യം പറയട്ടെ. അലീന ചെന്ന് വിളിച്ചാൽ ഒരുപക്ഷെ ജയന്തി വന്നേക്കും. ഗംഗാധരൻ അല്പനേരം മൗനമായിരുന്നു. നമുക്ക് അവളോട് പറയാൻ പറ്റുമോ ചെന്ന് വിളിച്ചോണ്ട് വരാൻ? പറഞ്ഞാലോ? ഗംഗാധരൻ ഭാര്യയെ സൂക്ഷിച്ചു നോക്കി. ശ്രീകുമാർ പറയുന്നത് ആര് ചെന്നിട്ടും കാര്യമില്ലെന്ന. അവളുടെ മനസ്സ് നേരെയാവണം. അപ്പോഴാണ് താഴെ കാറിന്റെ ശബ്ദം കേട്ടത്. ശിവശങ്കരൻ വന്നെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ കാര്യം ശിവനുമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഗംഗേട്ടാ. ഗംഗാധരൻ ഒന്നും മിണ്ടാതിരുന്ന് ചായ കുടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റെയർ കേസിൽ കാലൊച്ച കേൾക്കാനായി. ഗംഗാധരൻ മാലതിയുടെ കയ്യിലേക്ക് ഒഴിഞ്ഞ ചായക്കപ്പ് കൊടുത്തു. ശിവശങ്കരൻ മുകളിലേക്ക് കയറി വന്നു. അയാളുടെ മുഖം കണ്ടപ്പോഴേ ഗംഗാധരന് മനസ്സിലായി നല്ല വാർത്തയല്ല കേൾക്കാനുള്ളതെന്ന്. എന്തായി ശിവ? കോളേജിൽ ചെന്ന് അന്വേഷിച്ചു ഗംഗേട്ടാ. അവൾ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ബൈ ഡ്രാഫ്റ്റ് ലെറ്റർ. അതുമാത്രമല്ല ഗംഗേട്ടാ, അവൾ റിട്ടയർമെന്റിനും അപ്ലൈ ചെയ്തിരിക്കുന്നു. ഗംഗാധരന്റെ മുഖത്ത് അമ്പരപ്പ് പടർന്നു. ആശ്രമത്തിൽ ചെന്ന ശേഷം? അതെ. പ്രിൻസിപ്പൾ എന്നെ ലെറ്റർ കാണിച്ചു. അവിടെ ചെന്നിട്ട് എടുത്ത തീരുമാനമാ. ഗംഗാധരൻ അസ്വസ്ഥനായി. ജോലിയിൽ നിന്ന് വിരമിക്കാൻ അവൾ തീരുമാനിച്ചെങ്കിൽ എന്താ അതിനർത്ഥം ശിവ? എനിക്ക് തോന്നുന്നത് അവളിന് തിരിച്ചു വരില്ലെന്ന. അല്ലെങ്കിൽ ജോലി ഉപേക്ഷിക്കോ ഗംഗേട്ടാ? ഛേ. ഗംഗാധരന് നിരാശയായി. അവളെന്താ ഇങ്ങനെ ആലോചനയില്ലാണ്ട്? ജോലിയില്ലാതെ അവൾ എന്തു ചെയ്യും? ആശ്രമത്തിലെ അന്തേവാസിയായിട്ട് കൂടാനാണെങ്കിൽ ജോലിയുടെ ആവശ്യമില്ലല്ലോ ഗംഗേട്ടാ. അതിനു പിന്നിൽ ഒരുതരം എസ്കേപ്പിസമാണ്. ഭൗതിക ജീവിതം വേണ്ടെന്ന് വെച്ചതുകൊണ്ട് അവൾക്ക് മനഃശാന്തി ലഭിക്കുമോ? പിന്നെയും ആരോട് പ്രതികാരം ചെയ്ത പോലൊരു സംതൃപ്തിയല്ലാതെ. അതായിരിക്കും അവൾ ഉദ്ദേശിക്കുന്നതും. എല്ലാ വാതിലും നമ്മുടെ മുഖത്തേക്ക് വലിച്ചടച്ചുകൊണ്ട് കാണാൻ പോലും അനുവദിക്കാതെ ഒരുതരം റിവെഞ്ച്. നിങ്ങൾ ആരും അത്രയ്ക്കൊന്നും കടന്നു ചിന്തിക്കണ്ട. മാലതി ഇടയ്ക്ക് കയറി. അവളൊരു പെണ്ണല്ലേ ഗംഗേട്ടാ? മക്കളെ പ്രസവിച്ച അമ്മയല്ലേ? അവൾ മോളേന്ന് ഇന്ന് വരെ വിളിക്കാത്ത, സ്നേഹത്തോടെ ഒന്ന് സ്പർശിച്ചിട്ടില്ലാത്ത, കണ്ണിറയെ കണ്ടിട്ടില്ലാത്ത ഒരു മകൾ ഇവിടെ കാത്തിരിക്കുമ്പോൾ അവൾക്കവിടെ മനഃശാന്തി കിട്ടുമോ? ഇല്ല, ഒരിക്കലുമില്ല. അവൾക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല. ജ്യേഷ്ഠാനുജന്മാർ രണ്ടുപേരും മൗനം അവലംബിച്ചു. എന്റെ ബലമായ വിശ്വാസം അലീന ചെന്ന് വിളിച്ചാൽ വരുമെന്ന. മാലതി വീണ്ടും അതുതന്നെ പറഞ്ഞു. ശിവശങ്കരൻ ആശ്ചര്യത്തോടെ മാലതിയെ നോക്കി. ശിവ, ഞങ്ങൾക്ക് തിരിച്ചു പോകണ്ടേ? എത്ര ദിവസമായി വീട് വിട്ടിറങ്ങിയിട്ട്? ഗംഗാധരൻ പറഞ്ഞു. ജയന്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ പോയാൽ എങ്ങനെയാ? ഞാൻ ഒറ്റയ്ക്ക് എന്തു ചെയ്യും? ഗംഗേട്ടനുള്ളതാ എനിക്കൊരു സമാധാനം. അവൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ? നാളെയോ മറ്റന്നാളോ പോകണ്ടേ? മാലതി ഇതിനിടയിൽ ഒഴിഞ്ഞ ചായക്കപ്പുമായി കോണിപ്പടി ഇറങ്ങിപ്പോയി. അലീന ചെന്ന് വിളിച്ചാൽ അവൾ വരുമോ ഗംഗേട്ടാ? ശിവശങ്കരൻ ചോദിച്ചു. അറിയില്ല, ശ്രമിച്ചു നോക്കാമെന്നേ ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് ചില ഇൻറ്റ്യൂഷൻസ് ഉണ്ടല്ലോ. മാലതിയുടെ തോന്നൽ ശരിയായിക്കൂടുന്നില്ല. അലീന വന്ന ശേഷം കടപ്പാട്ടൂരിപ്പം ഒരു പുത്തൻ ഉണർവ് കിട്ടിയതുപോലെയാ. അവിടെ ചിതറിക്കിടന്നവരെല്ലാം അവൾ തടുത്തുകൂട്ടി. അടഞ്ഞു പൊടി പിടിച്ചു കിടന്ന ആ വീട് തെളിച്ചെടുത്തു. ബാലചന്ദ്രൻ ഇപ്പം ഷോപ്പിലും പോകുന്നുണ്ട്. അതിന് അവന് ഡ്രൈവ് ചെയ്യാറായോ? ഗംഗാധരൻ ചോദിച്ചു. അലീന കൊണ്ടുപോയി വിടും. അവൾക്ക് കാറുണ്ടല്ലോ. ബാലചന്ദ്രന്റെ കാർ വർക്ക്ഷോപ്പില്ല, ശിവശങ്കരൻ വെളിപ്പെടുത്തി. അവളില്ലായിരുന്നുവെങ്കിൽ ആ കുടുംബം ചിതറിപ്പോയേനെ. ഗംഗാധരൻ തലയാട്ടി. അല്പം കഴിഞ്ഞു പറഞ്ഞു. നീലഗിരിക്ക് മടങ്ങുന്നതിന് മുൻപ് അവളെ ഒന്ന് കാണണമല്ലോ ശിവ. നമുക്ക് വേണമെങ്കിൽ അവിടെ വരെ ഒന്ന് പോകാം. ഏയ്, അത് ശരിയാവില്ല. നമുക്കൊരു വൈക്ലഭ്യമുണ്ടല്ലോ. അത് ശരിയാ. അവൾ വല്ലതും പറഞ്ഞാൽ നമ്മൾ കേൾക്കണം.
പറയാനാണെങ്കിൽ അന്നിവിടെ വന്നപ്പോ പറയായിരുന്നല്ലോ. അത് നമ്മുടെ വീടായതുകൊണ്ടായിരിക്കും. ഞാൻ കുളത്തൂപ്പുഴ ചെന്നപ്പോ ഞാനത് ഇപ്പോഴും മറന്നിട്ടില്ല. നിന്നോട് മോശമായി സംസാരിച്ചോ? ഇല്ലല്ലോ. നീ കള്ളത്തരം കാണിച്ചത് അവൾക്ക് മനസ്സിലായി എന്ന് തുറന്നു പറഞ്ഞു. അത്രല്ലേ ഉള്ളൂ. ശിവശങ്കരൻ തർക്കിച്ചില്ല. അല്പം കഴിഞ്ഞ് അയാൾ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. മാലതി ചേച്ചി കടപ്പാട്ടൂർ ചെന്ന് അവളെ വിളിക്കട്ടെ. താല്പര്യമുണ്ടെങ്കിൽ അവൾ വരും, ഇല്ലെങ്കിൽ വേണ്ട. അത് കൊള്ളാം. വേണമെങ്കിൽ മാലതിയോടൊപ്പം കമലയും കൂടെ പൊയ്ക്കോട്ടെ. കമല പോവില്ല. അവൾക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെയായാലും ഇവിടെ ജോലിക്ക് നിന്നവളല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് വരും. നമുക്ക് ദേഷ്യവും വരും. ജ്യേഷ്ഠനും അനുജനും കൂടി ആലോചിച്ച് ഒടുവിൽ മാലതിയെ കടപ്പാട്ടൂരേക്ക് അയക്കാമെന്ന് ധാരണയായി. ഗംഗാധരൻ മാലതിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ സസന്തോഷം ആ ദൗത്യം ഏറ്റെടുത്തു. നിന്നെ ആര് കൊണ്ടുവിടും? ഗംഗാധരൻ ചോദിച്ചു. ടൗണിൽ എത്തിച്ചിട്ട് ഒരു ഓട്ടോ പിടിച്ചു തന്നാ മതി. ഞാൻ പൊയ്ക്കൊള്ളാം. തിരിച്ച് അലീനയുടെ കൂടെ വന്നോളാം. അവൾ വന്നില്ലെങ്കിലോ? ഞാനല്ലേ ഗംഗട്ട കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നേ. ഞങ്ങൾ പറഞ്ഞതാണെന്ന് അവളോട് നീ പറയരുത് കേട്ടോ. നിങ്ങളുടെ കറിവിന് ഒരിടിവും തട്ടരുത്. അത്രല്ലേ ഉള്ളൂ, മാലതി അല്പം മൂർച്ചയോടെ പറഞ്ഞു. ഗംഗാധരൻ ഭാര്യയെ കാറിൽ കയറ്റി പാലാ ടൗണിൽ എത്തിച്ചു. അതിനുശേഷം ഓട്ടോറിക്ഷയിൽ കയറ്റിയിരുത്തി കടപ്പാട്ടൂരിൽ കൊണ്ടുവരണമെന്ന് നിർദ്ദേശിച്ചു. ഓട്ടോറിക്ഷക്കാരിൽ മിക്കവർക്കും ബാലചന്ദ്രന്റെ വീടറിയാം. ഗംഗാധരൻ തിരിച്ചു പോന്നു. മാലതി കയറിയ ഓട്ടോറിക്ഷ ബാലചന്ദ്രന്റെ വീട്ടുമുറ്റത്ത് ചെന്ന് നിന്നു. ബബിത വാതി തുറന്ന് ഇറങ്ങി വന്നു. അവൾക്ക് അതിശയമായി. ആന്റി ഒറ്റയ്ക്കാണോ വന്നേ? അവൾ സംശയം തീരാതെ ഓട്ടോറിക്ഷയിലേക്ക് നോക്കി. ആന്റിക്ക് ഒറ്റയ്ക്ക് വരാനൊക്കെ അറിയോ? ഞാനിവിടെ വന്നിട്ടുള്ളതല്ലേടി. ഞാനോർത്തു അങ്കിളും ആന്റിയും ഒക്കെ നീലഗിരിക്ക് തിരിച്ചുപോയി കാണുമെന്ന്. നാളെയോ മറ്റന്നാളോ പോകണമെന്ന് ഗംഗേട്ടൻ പറയണ കേട്ടു. വന്നിട്ട് കുറെ ദിവസമായല്ലോ. പോണേന് മുൻപ് ഇവിടെ ഉള്ളവരെ ഒന്ന് കാണാമെന്ന് വെച്ചിറങ്ങിയതാ. ഇവിടെ ആരുണ്ട്? ഞാനല്ലേ ഉള്ളൂ. കൃഷ്ണമോൾ സ്കൂളിൽ പോയി. രോഹിയേട്ടൻ ബാംഗ്ലൂരിലേക്കും പോയി. അച്ഛൻ ഷോപ്പിലും. അലീനയില്ലേ? എനിക്ക് മനസ്സിലായി. എന്തു മനസ്സിലായി? മാലതി കുസൃതിയോടെ അവളെ നോക്കി. ആരെ കാണാനാ വന്നതെന്ന്. കേറി വാ. അവൾ മാലതിയെയും കൂട്ടി വീടിനുള്ളിലേക്ക് കയറി ചെന്നു. അലീന ചേച്ചി, ബബിത വിളിച്ചു. അലീന കിച്ചണിലായിരുന്നു. നീ അവിടെ കിടന്ന് നിലവിളിക്കാതെ ഇങ്ങോട്ട് വാടി. അലീന ചേച്ചിക്കൊരു ഗസ്റ്റ് ഉണ്ടേ. എന്നിട്ട് ബബിത മാലതിയോട് സ്വകാര്യമായി പറഞ്ഞു. ആരാന്ന് പറയണ്ട കേട്ടോ. തിരിച്ചറിയാൻ നോക്കട്ടെ. അലീന ഊൺമുറിയിലൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു. മാലതി വിസ്മയത്തോടെ അവളെ നോക്കി നിന്നു. അലീന സംശയിച്ചാണ് വന്നത്. ഇതാരാണെന്ന് മനസ്സിലായോ? ബബിതയുടെ മുഖത്ത് കടങ്കഥ ചോദിച്ച ഭാവം. അലീന മാലതിയെ നോക്കി. തോളറ്റം മുറിച്ചു വിടർത്തിയിട്ട് ഹെന്ന ചെയ്ത് ചെമ്പൻ നിറമായ മുടി, റൂഷ് പുരട്ടിയ കവിൾത്തടങ്ങൾ, ഒരൽപ്പം ലിസ്റ്റിക്ക്, പ്രായം മറയ്ക്കാനുള്ള പൊടിക്കൈകൾ. അലീനയ്ക്ക് പിടികിട്ടിയ പോലെ പുഞ്ചിരിച്ചു. എനിക്ക് മനസ്സിലായി. ആരാ? ബബിത വിരഞ്ഞൊടിച്ചു. നീലഗിരിയിലെ. ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. മാലതി നിർനിമേഷം അവളെ നോക്കി നിന്നു. കണ്ടിട്ടും മതി വരാത്ത പോലെ. കൊല്ലപ്പള്ളി തറവാട്ടിൽ ജനിച്ചു വളരേണ്ടിയിരുന്ന പെൺകുട്ടി. തന്റെ ഭർത്താവും കൂടി ചേർന്നാണ് 23 വർഷക്കാലം നീണ്ട അനാഥത്വം ഇവളുടെ മേൽ അടിച്ചേൽപ്പിച്ചത്. എന്നിട്ടും ഇവളുടെ ജന്മരഹസ്യം മൂടിവയ്ക്കാൻ വിധിക്ക് പോലും കഴിഞ്ഞില്ല. മാലതി അവളുടെ കാര്യം ഗ്രഹിച്ചു. മോളെ, നിന്റെ അമ്മായിയാ ഞാൻ. നിന്റെ സ്വന്തം മംഗളിന്റെ ഭാര്യ, മാലതി ആന്റി. ഇനി അങ്ങനെയേ കാണാവൂ കേട്ടോ. വാത്സല്യത്തോടെ അവർ പറഞ്ഞു. അലീനയുടെ കൺപീലികൾ അറിയാതെ നനഞ്ഞു. കഴിഞ്ഞ വർഷം ഇവിടെ വച്ച് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു, ജയന്തിയുടെ മോളാണോന്ന്. ഞാനത് ഗംഗാട്ടനോട് പറയുകയും ചെയ്തു. പക്ഷെ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. അത് സത്യമാണെന്നറിഞ്ഞപ്പോ എനിക്ക് തോന്നിയ സന്തോഷം എത്രയാണെന്ന് നിനക്കറിയോ? മാലതി അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ തലോടി. ആന്റി, ഇനി എന്തെങ്കിലും കൂടി പറഞ്ഞ അലീന ചേച്ചി കരയുമേ. ബബിത മുന്നറിയിപ്പ് നൽകി. അത് കേട്ടതോടെ അലീനയുടെ കണ്ണിൽ നിറഞ്ഞ നീർപ്പാളിയിൽ പുഞ്ചിരി തിളങ്ങി. പൂച്ചയെ തലോടണ പോലെയാ. പിന്നെയും കുറുകി നിന്നോളൂ, ബബിത കളിയാക്കി. ഞാൻ ചായ എടുക്കാം. അലീന ലജ്ജയോടെ പിൻവലിക്കാൻ ശ്രമിച്ചു. വേണ്ട, ഞാൻ എടുത്തോളാം ചായ. നിങ്ങൾ സംസാരിച്ചോ. ബബിത കിച്ചണിലേക്ക് പോയി. മോളിവിടെ ഇരിക്കെ. മാലതി അലീനയെ സോഫയിൽ പിടിച്ചിരുത്തി. അരികെ മാലതിയും ഇരുന്നു. എനിക്ക് ഓർത്തിട്ടും അത്ഭുതം തീരുന്നില്ല. നീ നിന്നെ തന്നെ ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടും വെളിച്ചത്തേക്ക് വന്നല്ലോ. കഴിഞ്ഞ വർഷം ഞാൻ കണ്ടതിനേക്കാൾ മാറ്റമുണ്ട് നിനക്കിപ്പോൾ. വലിയ മാറ്റം. ചെറിയ പെൺകുട്ടി വളർന്ന് വലുതായ പോലെ. മാലതി അവളുടെ കൈത്തലം മടിയിലെടുത്തു വെച്ച് തലോടി. മോളെ, നീ കൊല്ലപ്പള്ളിയിലേക്ക് വരണം. നിന്നെ ക്ഷണിച്ചു കൊണ്ടുപോകാൻ വന്നതാ ഞാൻ.
അവിടെ എല്ലാവർക്കും നിന്നെ കാണണ്ടേ? ഇതുവരെ കണ്ടതുപോലെയല്ലല്ലോ. ആർക്കും നിന്നോട് ഒരു വിരോധവുമില്ല ഇപ്പോ. നിനക്ക് ആരോടും അനിഷ്ടമൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഒന്ന് വന്നിട്ട് പോയിക്കോ. പൊട്ടിപ്പോയ ബന്ധങ്ങളൊക്കെ വിളക്കിച്ചേർക്കുന്നവളല്ലേ നീ. കൊല്ലപ്പള്ളിയിലുള്ളവരെയും അന്യരായിട്ട് കാണണ്ട. അലീന തേനിൽ കുതിർന്ന തൂവൽ പോലെ ആ വാത്സല്യ പ്രകർഷത്തിൽ ലീനയായി ഇരുന്നു. ചായ ചായയെ ചായയെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ എന്ന പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ചായയുമായി ബബിത വരുന്നുണ്ടായിരുന്നു. ഹോണടിക്കുന്ന ശബ്ദം കേട്ട് ബാലചന്ദ്രൻ കണ്ണാടി ചുവരിലൂടെ പുറത്തേക്ക് നോക്കി. അലീനയുടെ കാർ. ഊണ് വിളമ്പി വെച്ചിരിക്കുന്നെന്ന് പറയാൻ എത്തിയിരിക്കുകയാണ്. ബാലചന്ദ്രൻ എഴുന്നേറ്റ് മേശവലിപ്പ് പൂട്ടി ക്യാബിനിൽ നിന്ന് പുറത്തു കടന്നു. അലീന കാറിന് വെളിയിലിറങ്ങി ഡോറിൽ ചാരി നിൽപ്പുണ്ടായിരുന്നു. ബാലചന്ദ്രൻ വന്ന് ഡോർ തുറന്ന് കയറിയിരുന്നു. അലീന ഡ്രൈവിംഗ് സീറ്റിൽ കയറി. അച്ഛാ, ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. കാർ സ്റ്റാർട്ടാക്കുന്നതിനിടയിൽ അലീന പറഞ്ഞു. ആരാത്? മാലതി ആന്റി, നീലഗിരിയിലെ അങ്കിളിന്റെ. ബാലചന്ദ്രൻ ചിരിച്ചു. അച്ഛനെന്താ ചിരിക്കുന്നേ? ചുമ്മാ. അല്ലല്ല, ചുമ്മാതിയൊന്നുമല്ല. പറ അച്ഛാ. അലീന കെഞ്ചി. അതെ, പെട്ടെന്നവർ അങ്കിളും ആന്റിയും ആയത് കണ്ടിട്ട് ചിരിച്ചതാ. ആ, ഞാൻ അങ്ങനെയാ. ഏത് ബന്ധവും പിടിക്കും. ഒന്നും വിട്ടുകളയത്തില്ല. ഒരു ബന്ധവും ഇല്ലാതിരുന്നിട്ട് ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ബന്ധുക്കളുള്ളത് എനിക്കായിരിക്കും. അതല്ലേ എന്റെ സമ്പാദ്യം. അലീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ കാർ പാലം കടന്ന് കടപ്പാട്ടൂരേക്ക് ഓടി. ഹരിശങ്കർ സിറ്റൗട്ടിലൂടെ നടന്നു വന്ന് മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുകയായിരുന്നു. ടാർ റോഡിൽ നിന്ന് ഒരു കാർ മെല്ലെ തിരിഞ്ഞ് വീടിന് നേർക്ക് വരുന്നത് അവൻ കണ്ടു. അവന് പരിചയമില്ലാത്ത കാർ. അത് മുറ്റത്ത് നിന്നു. അവൻ ആകാംക്ഷയോടെ നോക്കി. ഡോർ തുറന്ന് അലീന ഇറങ്ങുന്നത് കണ്ട് അവൻ സ്തബ്ധനായി. പുറകെ മാലതി ആന്റി ഇറങ്ങുന്നു. ഹരിശങ്കർ ക്ഷണത്തിൽ സിറ്റൗട്ടിൽ നിന്നും അകത്തേക്ക് പിൻവലിഞ്ഞു. കയറി വാ. മാലതി അലീനയുടെ കൈ പിടിച്ചു. ഇനി നിനക്ക് യാതൊരു ആശങ്കയും കൂടാതെ ഈ വീട്ടിലേക്ക് കയറി വരാം. നിന്റെയും കൂടി തറവാടാണിത്. പക്ഷേ ഇത്തവണ അലീനയ്ക്ക് സങ്കോചമുണ്ടായിരുന്നു. അവൾ മാലതിയുടെ പിന്നിലായി നിന്നു. കമലയും രഞ്ജിനിയും ഹാളിൽ നിൽപ്പുണ്ടായിരുന്നു. രണ്ടുപേരും കൗതുകത്തോടെ അലീനെ തന്നെ നോക്കി. നിങ്ങൾ ഊണ് കഴിച്ചോ? കമല ചോദിച്ചു. കഴിച്ചു, മാലതി പറഞ്ഞു. ഗംഗാധരനും ശിവശങ്കരനും കോണിപ്പടി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവർ താഴെ എത്തി. ഇരിക്ക്. ഗംഗാധരൻ അലീനെ നോക്കി സോഫ ചൂണ്ടിക്കാട്ടി. എല്ലാവരും തന്നെ തന്നെയാണ് നോക്കുന്നത്. അലീന വിമ്മിട്ടം കൊണ്ട് വീർപ്പ് മുട്ടി. ഞാൻ മുത്തശ്ശിയെ കണ്ടിട്ട് വരാം. അതൊരു രക്ഷപ്പെടലായിരുന്നു. അലീനയാണ് വന്നിരിക്കുന്നതെന്നറിഞ്ഞ് സൗദാമിനിയമ്മ എവിടെയൊക്കെയോ പരുതി പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അലീന അവരെ താങ്ങി എണീൽപ്പിച്ചിരുത്തി. അപ്പോഴേക്കും അവർ ആഴത്തിൽ മുറിവേറ്റ പോലെ കരയാൻ തുടങ്ങിയിരുന്നു. ഞരക്കം മാത്രമേ പുറത്തു വന്നുള്ളൂ. ദുർബലമായ കരങ്ങൾ കൊണ്ട് അവർ അലീനയെ ചുറ്റിപ്പിടിച്ചു. അവളുടെ തോളത്തും പുറത്തും തഴുകി. ഇടയ്ക്ക് അവളെ അടർത്തി മാറ്റി മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവളുടെ ചുമലിലും കഴുത്തിലും കവിളത്തുമെല്ലാം തെരുപ്പിടിക്കുകയും തലോടുകയും ചെയ്തു. വാത്സല്യവും സ്നേഹവും സങ്കടവും കൊണ്ട് അവർ വീർപ്പ് മുട്ടി. കണ്ണീർ കാരണം സൗദാമിനി അമ്മയ്ക്ക് അവളുടെ മുഖം ശരിക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ലല്ലോ മോളെ, എന്റെ ജയന്തിയുടെ കുഞ്ഞാണെന്ന്. ആരും തിരിച്ചറിഞ്ഞില്ലല്ലോ. തേങ്ങി കരഞ്ഞുകൊണ്ട് വൃദ്ധ വീണ്ടും അവളുടെ ചുമലിലേക്ക് മുഖമണച്ചു. ഗദ്ഗതം കൊണ്ട് അലീനയ്ക്കും ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. സൗദാമിനി അമ്മ വീണ്ടും നിവർന്ന് അവളുടെ മുഖത്ത് 2 കൈത്തലങ്ങളും അർപ്പിച്ചുകൊണ്ട് കണ്ണീരോടെ വിതുമ്പി. നീ എങ്ങനെ സഹിച്ചു മോളെ? അലീന അവരെ മുറുകെ ആശ്ലേഷിച്ച് അവരുടെ മൂർധാവിൽ കവിളണച്ച് ആനന്ദാസുക്കളോടെ ഇരുന്നു. കമല ചായ എടുക്കുമ്പോൾ അലീനയും സഹായിച്ചു. ചായക്കപ്പുകളും ട്രേയും അവൾ കഴുകി അടുക്കി വെച്ചു. അലീനയ്ക്ക് ഈ അടുക്കള പരിചയമുള്ളതാണ്. ആദ്യമായി അവളൊരു വീട്ടുജോലിക്കാരിയായത് ഇവിടെയായിരുന്നു. അലീനയോട് സംസാരിക്കാൻ കമലയ്ക്ക് വിമുഖതയുണ്ടായിരുന്നു. അലീന സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെയും കമല മുക്കിയും മൂളിയും മറുപടി പറഞ്ഞു. ചിലപ്പോൾ ഒന്നും മിണ്ടാതെ നിന്നു. വൈജയന്തിക്ക് വിവാഹത്തിന് മുൻപ് ഒരു കാമുകനുണ്ടായിരുന്നു എന്നതും അവൾ ഗർഭിണിയായി എന്നതും ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നതും ത്രസിപ്പിക്കുന്ന, തരിപ്പിക്കുന്ന, അന്താളിപ്പിക്കുന്ന വാർത്തകൾ എന്ന മട്ടിൽ നല്ലതായിരുന്നു. കമല അത് നന്നായി ആസ്വദിച്ചു. പക്ഷേ വൈജയന്തിക്ക് വിവാഹപൂർവ്വ ബന്ധത്തിലുണ്ടായ മകളെ എല്ലാവരും പ്രാധാന്യത്തോടെ കാണുന്നത് കമലയെ അസ്വസ്ഥതയാക്കി. വൈജയന്തിയോടോ മക്കളോടോ കമലയ്ക്ക് പണ്ട് മുതൽക്കേ അത്ര മമതയില്ല. അപ്പോഴാണ് ഈ വിരോധാഭാസം. സ്വർണത്തോളം വരുമോ സ്വർണം പൂശിയത്? എന്താണ് ഇവളുടെ സവിശേഷത? രഹസ്യപ്രസവത്തിൽ ജനിച്ചതോ? അനാഥാലയത്തിൽ വളർന്നതോ? കണ്ടയിടത്തെല്ലാം അടുക്കള ജോലിക്കാരിയായി നിന്നതോ? നേരാംവണ്ണം ജനിച്ച മക്കളോട് ഉള്ളതിനേക്കാൾ പരിഗണന ഇവളോട് എന്തിന്? കമലയ്ക്ക് ഇതൊന്നും ദഹിക്കുന്നില്ല. പക്ഷെ ഒഴുക്ക് അലീനയുടെ ഭാഗത്തേക്കാണ്.
അതിനെതിരെ നീന്താനും വയ്യ. അതിനാൽ കമല വെള്ളത്തിനു മീതെ പൊന്തിക്കിടക്കുന്ന ഒതളങ്ങ പോലെ ഓളത്തിനൊപ്പം നിന്നു. കമലയ്ക്ക് തന്റെ ഭർത്താവിനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഞാനും പോയി ഇതുപോലൊരെണ്ണത്തിനെ തപ്പിയെടുത്തോണ്ട് വരട്ടെ. നമ്മുടെ കല്യാണത്തിന് മുൻപ് എനിക്കും ഒരുത്തനെ പ്രേമിക്കാനും ഗർഭിണിയാകാനും പ്രസവിക്കാനുമുള്ള കഴിവുണ്ടായിരുന്നു. ശിവശങ്കരന്റെ കൈ നല്ല കനമുള്ളതായതുകൊണ്ട് കമലയ്ക്ക് അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം കിട്ടിയില്ല. കമല ചായ കപ്പുകളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുമ്പോൾ മാലതി വന്നു. നീ ഇവിടെ നിൽക്കുവാണോ? അമ്മയുടെ മുറി ചെന്ന് നോക്കിയപ്പോ കാണാനില്ല. നിന്നെ ഗംഗേട്ടൻ അന്വേഷിച്ചു, മാലതി പറഞ്ഞു. മുത്തശ്ശിക്ക് ചായ കൊടുത്തിട്ട് വരാം ആന്റി. അലീന ഒരു ചായക്കപ്പ് എടുത്തു. അമ്മയ്ക്ക് ഞാൻ കൊടുത്തോളാം. നീ ഗംഗേട്ടനും ശിവശങ്കരനുമുള്ള ചായ കൊടുക്ക്, മാലതി പറഞ്ഞു. അലീന ഒന്നും മടിച്ചു. ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. നിനക്കും അവർക്കും ഇടയിൽ ഒരല്പം തടസ്സം ബാക്കിയുണ്ട്. ഇനി എന്തിനാ അത് വച്ചോണ്ടിരിക്കുന്നേ? എടുത്തു മാറ്റിയേക്കണം. ഇങ്ങനെയൊക്കെയല്ലേ പറ്റൂ. അവർ ഗസ്റ്റ് റൂമിലുണ്ട്. മാലതി തന്നെ ചായക്കപ്പുകൾ എണ്ണിയെടുത്ത് വെച്ചു. ഗംഗേട്ടനും ശിവേട്ടനും നിനക്കും. ചെല്ല്. അലീന ചായയുമായി പോയി. എന്താ തടസ്സം? അപ്പറഞ്ഞതെനിക്ക് മനസ്സിലായില്ല. അവൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പിന്നെന്താ? കമല ചോദിച്ചു. കമലേ, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, മാലതി പറഞ്ഞു. ഞാനെന്താ പൊട്ടിയാണോ? നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാകാതിരിക്കാൻ? പെറ്റ തള്ളയെപ്പോലും പറ്റിച്ചോണ്ട് വേലക്കാരി നിന്നിട്ട് വീട്ടിൽ വന്ന് കൂടിയിട്ട് വലിയ മിടുക്കാണോ? അവൾക്ക് അറിയായിരുന്നല്ലോ നമ്മളൊക്കെ ആരാണെന്ന്. എന്നിട്ട് കള്ളി ഇത്രയും കാലം ഒരക്ഷരം മിണ്ടിയോ? അറിഞ്ഞോരെല്ലാം ആരോടും പറയാതെ ഇവളുടെ ഇഷ്ടത്തിനൊപ്പിച്ച് ഒളിച്ചു കളിച്ചു. അതാണോ കേമമായി പോയത്? എന്റെ കമലെ, നിന്നോട് എനിക്കൊന്നും പറയാനില്ല. മാലതി അവിടെ നിന്നും പിൻവാങ്ങി. അലീന സ്റ്റെയർകേസ് കയറി മുകളിലെത്തി. അവൾ കടന്നു വരുന്നത് കണ്ട് ഗംഗാധരനും ശിവശങ്കരനും സംഭാഷണം നിർത്തി. അലീന ആദ്യം ഗംഗാധരന് ചായ കൊടുത്തു, പിന്നെ ശിവശങ്കരന്. രണ്ടുപേരും ചായക്കപ്പ് എടുത്ത് അല്പം കുടിച്ചു. ഇതാർക്കുള്ളതാ? ഗംഗാധരൻ അവശേഷിച്ച കപ്പിലേക്ക് വിരൽ ചൂണ്ടി. എനിക്ക്, മാലതി ആന്റിയാ എടുത്തു വെച്ചത്, അലീന മന്ദഹസിച്ചു. ഗംഗാധരൻ ചായക്കപ്പ് എടുത്ത് അവളുടെ നേർക്ക് നീട്ടി. ഇതാ പിടിക്ക്. അവളുടെ കയ്യിലിരുന്ന ട്രേ അയാൾ വാങ്ങി ടീപ്പോയ്ക്ക് മീതെ വെച്ചു. അലീന ചായ അല്പം കുടിച്ചു. കടപ്പാട്ടൂരിൽ നീ എത്ര ദിവസം ഉണ്ടാവും? ഗംഗാധരൻ ചോദിച്ചു. അറിയില്ല. പപ്പ വിളിക്കുമ്പോ പോകണം. നിനക്കവിടെ നിന്നൂടെ കുറച്ചു കാലം? നിന്റെയും കൂടി വീടല്ലേ അത്? എനിക്ക് പോകേണ്ടി വരും. ജയന്തി തിരിച്ചെത്തുന്നത് വരെയെങ്കിലും. അലീന ഒന്നും മിണ്ടാതെ വിദൂരതയിലേക്കെന്ന വണ്ണം മിഴികൾ ഊന്നി. അവരെ ഒന്നിച്ചു നിർത്താൻ നിനക്കേ പറ്റൂ, ഗംഗാധരൻ പറഞ്ഞു. ഇനി സാരമില്ല അങ്കിളെ, എല്ലാം ബബിത നോക്കിക്കൊള്ളും. ബാലചന്ദ്രന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നതല്ലേ ഉള്ളൂ. നീയല്ലേ കാറിൽ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും. അച്ഛന് തനിയെ ഡ്രൈവ് ചെയ്യാറായി, അലീന പറഞ്ഞു. എന്നാലും നീ കൂടി അവിടെ ഉണ്ടാകണമെന്ന ഞങ്ങളുടെ ആഗ്രഹം, അല്ലേ ശിവശങ്കര? ശിവശങ്കരൻ ജ്യേഷ്ഠനെ അനുകൂലിച്ച് തലയാട്ടി. നീയുള്ളപ്പോ അവരാരും ഒരു പോരായ്മയും അറിയുന്നില്ല. അലീനയ്ക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, നിനക്ക് എപ്പോൾ എന്തു സഹായം ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കാം. ഞങ്ങളെ അന്യരായിട്ട് കാണണ്ട കേട്ടോ. ഞങ്ങൾക്ക് നിന്നോട് യാതൊരു അനിഷ്ടവുമില്ല. നിനക്ക് ഞങ്ങളോടുമില്ലെന്ന ഞങ്ങളുടെ വിശ്വാസം. കണ്ണു നിറയാതിരിക്കാൻ അലീന അങ്ങിങ്ങ് നോട്ടം മാറ്റി. പക്ഷെ എവിടെയൊക്കെയോ സങ്കടത്തിന്റെ ഉറവ പൊട്ടുന്നു. കണ്ണുകൾ നീറുന്നു, ഹൃദയം വിങ്ങുന്നു. 24 വർഷം മുൻപ് തന്നെ ഒരു അനാഥാലയത്തിലേക്ക് തള്ളിവിട്ട ആളാണ് ഈ പറയുന്നത്. അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യമൂർന്ന ശൈശവവും പൂമ്പാറ്റച്ചിറകുള്ള ബാല്യവും പൂവായി വിടർന്ന കൗമാരവും നിഷേധിച്ചയാൾ. ഗംഗാധരൻ അടുത്തേക്ക് വന്നപ്പോൾ അലീന മുഖം കുനിച്ചു. അവളുടെ കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ അടർന്ന് കാൽച്ചുവട്ടിൽ വീണു. മോളെ. ആ വിളിയിൽ ഒരു സങ്കടക്കടൽ മുഴുവൻ അവളുടെ ഹൃദയത്തിലേക്ക് അലയടിച്ചു കയറി. ഒന്നും മനസ്സിൽ വച്ചോണ്ടിരിക്കരുത്. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അക്കാലത്ത് അതൊരു തെറ്റാണെന്ന് തോന്നിയില്ല. മനുഷ്യനല്ലേ, ശരിയെന്ന് വിചാരിച്ച് ചെയ്യുന്നത് പലതും തെറ്റിപ്പോകും. ശാന്തഗംഭീരമായിട്ടാണ് പറഞ്ഞു വന്നതെങ്കിലും ഒടുവിൽ ഗംഗാധരന്റെ ശബ്ദമിടറി. അതുകൊണ്ടാ പറഞ്ഞത്, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മായ്ച്ചു കളഞ്ഞേക്കണം. ഞങ്ങളൊക്കെ പ്രായമായവരാ, ഇനി അധികകാലമില്ല. നീ ഞങ്ങളോട് ക്ഷമിച്ചില്ലല്ലോ എന്നൊരു സങ്കടം ഈ ഭൂമിയിൽ ബാക്കിയിട്ടിട്ട് പോകാൻ വയ്യ. അലീനയ്ക്ക് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. അവൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞു. എനിക്കാരോടും ഒരു വിരോധവുമില്ല, സത്യമായിട്ടുമില്ല. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. ഗംഗാധരന് വല്ലാതായി. സാരമില്ല മോളെ, നീ കരയണ്ട. അയാൾ ഇടത് കൈത്തലം കൊണ്ട് അവളുടെ തോളത്ത് മെല്ലെ താളം തട്ടി. മോളെ, ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞത്
വെറുതെയല്ല. ഞങ്ങൾക്ക് നിന്റെ അടുത്ത് ഒരു കടം വീട്ടാനുണ്ട്. 24 വർഷത്തിന്റെ കടം. അതിന്റെ 1000-ലൊരംശം ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയാ. നീ ഇപ്പോ ജയന്തിയുടെ മാത്രം മകളല്ല, ഞങ്ങളൊക്കെയുണ്ട്. നിനക്കൊരു പക്ഷേ ഞങ്ങളുടെ സ്നേഹവും സഹായവും ആവശ്യമില്ലായിരിക്കാം. എന്നാലും നിരസിക്കരുത്. എനിക്ക് വേണം അങ്കിളെ, അലീന കണ്ണീരോടെ പറഞ്ഞു. എനിക്ക് എല്ലാവരുടെയും സഹായം വേണം. ഞാൻ കഴിഞ്ഞ 24 വർഷം ജീവിച്ചത് അങ്ങനെ കിട്ടിയ സഹായം കൊണ്ടാ. ആരൊക്കെയോ ദാനം തന്ന സ്നേഹം കൊണ്ടാ. ഗംഗാധരൻ വാത്സല്യത്തോടെ അവളുടെ ശിരസിൽ തലോടി. ശിവശങ്കരന്റെ മനസ്സ് കുളിർന്നു. എന്നാൽ ജ്യേഷ്ഠനോട് തെല്ല് അസൂയയോടെ നോക്കി നിന്നു. രാത്രിയിൽ അലീന ബാലചന്ദ്രന് മരുന്നെടുത്തു കൊടുത്തു. കട്ടിലിൽ ഇരുന്നു കൊണ്ട് അയാൾ ഗുളികകൾ വിഴുങ്ങി. വെള്ളം കുടിച്ചു. വെള്ളം വിക്കി ചുമച്ചപ്പോൾ അലീന പതിയെ അയാളുടെ തലയിൽ തട്ടിക്കൊടുത്തു. വിശ്രമം ആവശ്യമായതിനാൽ ബാലചന്ദ്രൻ ഇപ്പോൾ നേരത്തെ കിടക്കും. ഇനി നീ പോയി കിടന്നോ, അയാൾ അലീനയോട് പറഞ്ഞു. അച്ഛനോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? ഞങ്ങളെല്ലാവരും കൂടി നാളെ തിരുവനന്തപുരത്തിന് പോയിക്കോട്ടെ. അതെന്തിനാ? അമ്മയെ ചെന്ന് വിളിക്കാൻ. പെട്ടെന്ന് ബാലചന്ദ്രന്റെ മുഖത്തിനൊരു മുറുക്കമുണ്ടായി. ഇതിനാണോ നിന്നെ അവർ കൊല്ലപ്പള്ളിക്ക് വിളിച്ചോണ്ട് പോയത്? അല്ലച്ചാ, അവിടെ ചെന്നപ്പോ ഇങ്ങനെയൊരു താല്പര്യം പറഞ്ഞു. ഞാൻ ചെന്ന് വിളിച്ചാൽ അമ്മ വരുമെന്ന് അവർക്കൊരു വിശ്വാസമുണ്ട്. നിനക്കുണ്ടോ അങ്ങനെയൊരു വിശ്വാസം? തീർച്ചയില്ലച്ചാ. മക്കളെല്ലാവരും കൂടി ചെന്ന് വിളിക്കുമ്പോ അമ്മയുടെ മനസ്സിനൊരു ഇളക്കമുണ്ടായെങ്കിലോ? അതിന് മക്കളെല്ലാവരും ഇല്ലല്ലോ. രോഹിത് ബാംഗ്ലൂരിലല്ലേ. അവൻ ഇന്ന് രാത്രി വരും. ഓഹോ, അപ്പോ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞോ? ഒന്നും തീരുമാനിച്ചിട്ടില്ലച്ചാ. അച്ഛന്റെ മറുപടി കിട്ടിയിട്ട് വേണം. അച്ഛൻ സമ്മതിച്ചാലേ പോകുന്നുള്ളൂ. അമ്മ ഇവിടെ വന്നാൽ അച്ഛന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അറിയണ്ടേ? അച്ഛന്റെയാണ് വീട്. അച്ഛനാണ് കുടുംബനാഥൻ. ഇവിടെ ആരൊക്കെ താമസിക്കണം, ആരൊക്കെ താമസിക്കരുത് എന്ന് അച്ഛൻ വേണം നിശ്ചയിക്കാൻ. എന്നെ നോക്കണ്ട. ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് ചെയ്യുക. ഞാൻ 2 അറ്റാക്ക് കഴിഞ്ഞവൻ, അടുത്തതിന് പോകാനുള്ളവൻ. അച്ഛന്റെ മനസ്സ് തണുത്തോ എന്നറിഞ്ഞാ മതി. അമ്മയോട് ഇനിയും വൈരാഗ്യം മനസ്സിലുണ്ടോ? അമ്മയെ കാണുന്നതും ഒരേ വീട്ടിൽ താമസിക്കേണ്ടി വരുന്നതും അച്ഛന് ടെൻഷൻ ഉണ്ടാക്കുമോ? അച്ഛന് മനസ്സമാധാനമില്ലാതെ പെട്ടിയും കിടക്കയും എടുത്തോണ്ട് പോകാനാണെങ്കിൽ ഞങ്ങൾ ചെന്ന് വിളിച്ചോണ്ട് വരുന്നതിൽ അർത്ഥമില്ലല്ലോ. അമ്മ മാറി താമസിക്കുന്നത് ശരിയല്ല. തമ്മിൽ കാണുന്നതും ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസിക്കേണ്ടി വരുന്നതും ഞങ്ങൾക്ക് 2 പേർക്കും അസ്വസ്ഥതയുണ്ടാക്കും. അതാണ് സത്യം. തിരിച്ചു വരാൻ പറ്റാത്തത്ര ദൂരം വേറിട്ട് ഞങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞു. അഥവാ വന്നാൽ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ കഴിഞ്ഞുകൂടാമെന്നല്ലാതെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അത്രയും മതി. അമ്മ ഇനി അച്ഛനോട് വഴക്കിന് വരുവോ? ഒരിക്കലുമില്ല. അച്ഛൻ ഇനി അമ്മയോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ മോളെ, ഞാനത് തരണം ചെയ്ത് കഴിഞ്ഞു. പൊട്ടിയ ഹൃദയമല്ലാതെ ഇനി എനിക്കൊന്നും ബാക്കിയില്ല. പിന്നെ മറ്റൊന്ന്, നിങ്ങൾ എല്ലാവരും ചെന്ന് വിളിച്ചാലും അവൾ വരുമെന്നും ഞാൻ കരുതുന്നില്ല. ഇതുവരെ ജീവിച്ച ജീവിതത്തിന്റെ തുടർച്ചയ്ക്ക് ഇനി അവൾ ഉണ്ടാവില്ല. വേറൊരു വൈജയന്തിയായി മാറാൻ കഴിഞ്ഞാലേ അവൾക്ക് വരാൻ പറ്റൂ. അന്ന് ആരും വിളിക്കേണ്ടിയും വരില്ല. നിങ്ങളുടെ പ്രായം ചെറുതായതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ചെന്ന് വിളിക്കുക. അച്ഛൻ സമ്മതിക്കാത്തത് കൊണ്ട് അമ്മയെ തിരിച്ചു വിളിക്കാൻ പറ്റിയില്ല എന്നൊരു പാപഭാരം എന്നെ കൊണ്ട് ചുമപ്പിക്കരുത്. അലീന ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി നിമിഷങ്ങളോളം മിണ്ടാതെ നിന്നു. അച്ഛൻ പറഞ്ഞത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൾ ചിന്തിച്ചിരുന്നത് തന്നെയായിരുന്നു അത്. ബാലചന്ദ്രൻ കിടന്നു. ആ കിടപ്പിൽ അച്ഛൻ നിസ്സഹായനും നിരാലംബനുമാണെന്ന് അവൾക്ക് തോന്നി. അനുകമ്പ അറിയിക്കുന്ന ഒരു സാധു മനുഷ്യജീവി. അച്ഛന്റെ ദാമ്പത്യ ജീവിതം ഈ 52-ാം വയസ്സിൽ മിക്കവാറും അവസാനിച്ചു കഴിഞ്ഞു. അച്ഛൻ ആശിച്ചതൊന്നും അച്ഛന് ലഭിച്ചില്ല. ഇനിയൊരു പക്ഷേ ലഭിക്കാനും പോകുന്നില്ല. വേദനയുടെ ചൂളയിൽ ഇത്തിരി സന്തോഷം ഊതിക്കാച്ചിയെടുത്തിരുന്ന ആളായിരുന്നു അച്ഛൻ. ഇപ്പോഴോ ആ ചൂളയും അണഞ്ഞു. അലീനയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. എത്രമാത്രം നിരാശാഭരിതവും വേദനാ നിർഭരവുമാണ് ചില മനുഷ്യജീവിതങ്ങൾ. അവർക്ക് നീതി കിട്ടുന്നതേയില്ല. ചൂണ്ടൽ കോർക്കുന്ന ജീവനുള്ള ഇരയ്ക്കുമില്ല നീതി. അത് കൊത്തി വിഴുങ്ങുന്ന മത്സ്യത്തിനുമില്ല. പോയി കിടന്നോ മോളെ, നാളെ പോകേണ്ടതല്ലേ, ബാലചന്ദ്രൻ പറഞ്ഞു. അലീന ഒന്നും മിണ്ടാതെ തിരികെ പോന്നു. മുറി നിന്നും ഇറങ്ങി വാതിൽ ചാരിയ ശേഷം അവൾ നിറകണ്ണൊപ്പി. അപ്പുറത്ത് ബെഡ്റൂമിൽ ബബിതയും കൃഷ്ണയും കാത്തിരിപ്പുണ്ടായിരുന്നു. ചേച്ചി, അച്ഛൻ എന്തു പറഞ്ഞു? സമ്മതിച്ചോ? അവർക്ക് ആകാംക്ഷയായി. സമ്മതിച്ചു, അലീന നിസ്സംഗതയോടെ പറഞ്ഞു. എന്നിട്ട് ചേച്ചിക്കെന്താ സന്തോഷമില്ലാത്ത പോലെ? ബബിത ചോദിച്ചു. അച്ഛന് എതിർപ്പില്ലെന്നേ ഉള്ളൂ മോളെ, അത്ര സന്തോഷമില്ല. എന്നാലും സമ്മതിച്ചല്ലോ. അമ്മ ഇവിടെ വന്നു കഴിയുമ്പം എല്ലാം മാറിക്കോളും. അലീന ചേച്ചി ഇല്ലേ ഞങ്ങളുടെ കൂടെ? ബബിത പറഞ്ഞു.
അലീനയ്ക്കത് കേട്ടപ്പോൾ വീണ്ടും സങ്കടമായി. തന്നിലാണ് ഇവരുടെ എല്ലാ പ്രതീക്ഷയും. രോഹിയേട്ടൻ എത്ര മണിക്കെത്തും ചേച്ചി? കൃഷ്ണ ചോദിച്ചു. 12 മണിയൊക്കെ ആവും. എന്നാ വേഗം വാ, ഒന്നുറങ്ങി എണീക്കാനുള്ള സമയമുണ്ട്. അവർക്കവളെ കെട്ടിപ്പിടിച്ചു കിടന്നാൽ എല്ലാമായി. കൊല്ലപ്പള്ളിയിൽ വിളിച്ചു പറയണം, നാളെ രാവിലെ തിരുവനന്തപുരത്തിന് പോകാൻ നമ്മൾ റെഡിയാണെന്ന്. അലീന പറഞ്ഞു. വേഗം വിളിച്ചു പറ, ഇപ്പൊ തന്നെ. ബബിത തിരക്ക് കൂട്ടി. അലീന മൊബൈൽ ഫോൺ എടുത്ത് മാലതിയുടെ നമ്പർ പ്രസ് ചെയ്തു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.